6-ാം വയസ്സിൽ കെട്ടിയത് ഓക്കെ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ആ ഓക്കെ ആണ്. ആ 9-ാം വയസ്സിൽ പൂശിയതും ഓക്കെ ആണ്. ആ ഓക്കെ ആണ്, ഒരു സംശയമില്ല. ആ ആ എന്നിട്ട് നിങ്ങൾക്ക് കുട്ടിയുണ്ടോ? നിങ്ങൾക്ക് കുട്ടിയുണ്ടോ? ഗർഭിണിയായത് നിങ്ങൾക്ക് കുട്ടിയുണ്ടോ? ഏ നിങ്ങൾക്ക് കുട്ടിയുണ്ടോ? എനിക്കാ? ആ എനിക്കുണ്ട്. എത്ര വയസ്സായി? 9 വയസ്സായി. ആൺകുട്ടിയാ പെൺകുട്ടിയാ? പെൺകുട്ടി. കെട്ടിച്ചു കൊടുക്കോ? കെട്ടിച്ചു കൊടുക്കും ആർക്കെങ്കിലും? ആ കെട്ടിച്ചു കൊടുക്കും. ആ കൺഗ്രാചുലേഷൻസ്. എന്താ? കൺഗ്രാചുലേഷൻസ്. അങ്ങനെ വേണം സത്യസന്ധത. ആ ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം മദ്രസ നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? എന്നാ ഞാൻ കഥ പറയട്ടെ. ഞാന് ഒരു കാര്യം, ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചേ. എന്നാ ഡൗട്ട് അങ്ങോട്ട് ചോദിച്ചോളാം. ഡൗട്ട് ചോദിക്കുക. അതെ, ഇതാ മിസ്കാല ദർറത്തിന് ഹൈറഞ്ഞറ, ഇതാ മിസ്കാല ദർറത്തിന് ഷെറഞ്ഞറ. ഇതിന്റെ അർത്ഥം എന്തുട്ടാ പറഞ്ഞു? എന്താ ഇതാ മിസ്കാല ദർറത്തിന് ഹൈറഞ്ഞറ എന്നുവെച്ചാല്? അതാണ് ഞാൻ ചോദിച്ചത്. എന്നാ പറഞ്ഞുകൊണ്ടാന്നേ. നിങ്ങളല്ലേ വലിയ മദ്രസയിലൊക്കെ പഠിച്ച ആൾക്കാര്. ഇല്ല, ഞങ്ങള് മദ്രസയില് പഠിച്ചിട്ടുണ്ടാകും. ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? ചെറിയ സൂറത്ത്. ചെറിയ സൂറത്ത് എന്ന് പറഞ്ഞൊരു സൂറത്തില്ലല്ലോ. സൂറത്തിന്റെ പേര് പറയും. സൂറത്തിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ചെറിയ സൂറത്തോ? ഏറ്റവും ചെറിയ സൂറത്ത്. സൂറത്തിന്റെ പേരാണോ ചെറിയ സൂറത്ത്? അല്ല, സൂറത്തിന്റെ പേര് പറ. ഇത് ഏത് സൂറത്തിലാണ്? ഞാനതല്ല ഞാൻ പറഞ്ഞത്. ഞാന് ഖുർആനൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഖുർആൻ എടുത്ത് വെച്ച് ചോദിക്കണ്ടേ? ഇത് എന്നോടാണോ വിളിച്ചു ചോദിക്കേണ്ടത്? ഉസ്താദ്മാരെ വിളിച്ചു ചോദിച്ചൂടെ? ഇത് എന്നെ വിളിച്ചു ചോദിക്കണതിന് ഇത് അങ്ങനെ ഖുർആൻ പഠിപ്പിക്കണ ഏതെങ്കിലും നമ്പറാണെന്ന് പറഞ്ഞത്? ഇത് കോയാ കോളിംഗ് ആണ്. നിങ്ങൾക്ക് ഖുർആനിലെ അർത്ഥം അറിയണമെങ്കിൽ നേരെ ഉസ്താദിനെ വിളിച്ചു ചോദിക്കേ. ഇവിടെ അല്ല വിളിച്ചു ചോദിക്കണ്ടേ? വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങള് ഇപ്പൊ ആൾക്കാരിങ്ങനെ തെറ്റിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എനിക്ക് അതിന്റെ അർത്ഥം അറിയാൻ നിങ്ങൾ ഖുർആന്റെ പരിഭാഷ എടുത്ത് വെച്ച് വായിക്കുക. അതല്ലേ വേണ്ടത്? എന്നെ വിളിച്ചു ചോദിക്കാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. എന്നാ പരിഭാഷയിൽ എന്താ എഴുതിയെന്ന് പറയും. ഒരു നന്മ ചെയ്താൽ അതുണ്ടാവും, ഒരു തിന്മ ചെയ്താൽ അതുണ്ടാവും. എങ്ങനെ മനസ്സിലായില്ല? ഒരു നന്മ ചെയ്താൽ അതുണ്ടാവും. എന്തുണ്ടാവും? ഒരു തിന്മ ചെയ്താൽ അതുണ്ടാവും. എന്തുണ്ടാവും? ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ട് വന്നേനി. ഏതുണ്ടാവുന്നു? നമുക്ക് ഇപ്പൊ ഒരു തെമ്മാടിയായിട്ട് ഇവിടെ ജീവിക്കുന്നു. മുഹമ്മദ് നബീനെ പോലെ. അങ്ങനെ ചിത്രീകരിക്കേ. ചിത്രീകരിക്കണ്ട. അത് നമ്മള് ഹദീസ് വായിച്ചാൽ നമുക്ക് കാണാലോ. കൊള്ളയൊക്കെ അടിച്ച് കാണുന്ന ഒരു തെമ്മാടിയാണല്ലോ. അതെങ്ങനെയാണ്? അപ്പൊ അതിനെല്ലാം വലിയൊരു ചരിത്രകാരന ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ആരൊക്കെയാണ്? റെക്കോർഡില് വന്നല്ലത് ആരൊക്കെയാണത്? നിങ്ങളങ്ങോട്ട് പറഞ്ഞോളാ. അതാരാണ്? നിങ്ങളങ്ങോട്ട് പറഞ്ഞേര്. അതന്നെ ഞാൻ ചോദിച്ചത്. നമ്മക്കിപ്പോ ഓരെ കുറിച്ച് ചോദിക്കേണ്ട കാര്യം എന്തുള്ളത്? നമ്മളിപ്പോ ആരെയും ഇവിടെ മാനവരിൽ മഹോന്നതൻ ഇപ്പൊ വേറെ ആരെയും വിളിക്കണില്ലല്ലോ. മുഹമ്മദ് നബി അല്ലേ മാനവരിൽ മഹോന്നതൻ. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചോദിക്കണത്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം തൊട്ടിരിക്കണേ. ഈ ഉസ്വത്തുൻ ഹസന എന്ന് പറയണത് ആരാണ്? ഈ ഉസ്വത്തുൻ ഹസന എന്ന് പറയണത് ആരാണ്? ഉസ്വത്തുൻ ഹസന എന്ന് പറയണത് ആരാണെന്ന് അറിയില്ല. അതറിയില്ലേ? ഒന്ന് പറഞ്ഞതാ. ഈ ഉത്തമ മാതൃക. ഉത്തമ മാതൃക അതാരാണ്? അതാണ് പറഞ്ഞു തരാൻ പറഞ്ഞത്. അറിയാത്ത ഉത്തമ മാതൃക എന്ന് പറഞ്ഞ് പഠിപ്പിക്കണത് ആരാണ്? നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? ഞാൻ മദ്രസയിൽ പോയിട്ടില്ല. ഇതുവരെ പോയിട്ടില്ലേ മദ്രസയില്? ഇല്ലല്ല. എത്ര വരെ പഠിച്ചത്? ഞാന് 10 വരെ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ? SSLC അല്ല, മദ്രസയില്. അപ്പൊ നിങ്ങൾ മദ്രസ പഠിച്ചിട്ടില്ല? അതല്ല ഞാൻ പറഞ്ഞത്. ഒരേ കാര്യങ്ങള് പറയുമ്പോള് അപ്പൊ എന്തെങ്കിലും ഒരു നമുക്ക് ഇപ്പൊ ഞാൻ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിച്ചിട്ടുണ്ടാ? സുന്നത്ത് പഠിച്ചിട്ടുണ്ട്. എന്തുട്ടാ ഈ സുന്നത്ത് എന്ന് പറഞ്ഞാല്? സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? സുന്നത്ത് ചെയ്യാൻ പറ്റണ ചെയ്യാൻ പറ്റണത് ചെയ്യാനാ? അങ്ങനെയല്ലല്ലോ സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞ എന്താണ്? നിങ്ങൾ പറയേ. എന്തുട്ടാ ഈ സുന്നത്ത്? ഞാൻ പഠിച്ചതാണ് ഞാൻ പറഞ്ഞത്. സുന്നത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് ചെയ്യാൻ പറ്റണത് നമ്മ ചെയ്യാം. ഞാൻ ചോദിക്കണത്, ഈ ഗഡിനോട് ഞാൻ ചോദിക്കണതേ, നിങ്ങൾക്ക് ഇപ്പൊ ഈ ഡൗട്ട് ഒക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ നിങ്ങള് ഉസ്താദിനാരല്ലേ വിളിച്ച് ചോദിക്കേണ്ടത്? എന്നെ വിളിച്ച് ചോദിക്കണതിനാണ്. ഇതിപ്പോ യൂട്യൂബിലും ഇതൊക്കെ ഉള്ള കാരണം ഒന്ന് വിളിച്ച് ചോദിച്ചു. അതിനിപ്പോ ഉസ്താദുമാരുടെ നമ്പറൊന്നും നിങ്ങളെ കയ്യിലില്ലേ? നിങ്ങൾ പള്ളിയിൽ പോകാറില്ലേ? പള്ളിയിൽ പോകുമ്പോ അവിടെ ഉസ്താദുമാരെ കാണണല്ലേ?
അവിടെ കാണോ അതല്ലല്ലോ. അവരോട് അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് ചോദിച്ചാ പോരെ. അതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മദ്രസയിലല്ലേ പോയി പഠിക്കേണ്ടത്. ഇനിയിപ്പോ താങ്കളുടെ അടുത്തേക്ക് ഇപ്പൊ വരണ ഒന്ന് പറഞ്ഞുതരാം എനിക്ക് എല്ലാ കാര്യങ്ങളും. ഞാനതിനിവിടെ മദ്രസ നടത്തുന്നില്ല, എനിക്കിവിടെ വെളിച്ചെണ്ണ കച്ചവടവും ഇല്ല. വെളിച്ചെണ്ണ പോവൂല, രണ്ടുമില്ല അവിടെ. നിങ്ങൾക്ക് ഇസ്ലാമിലെ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കണത് ഉസ്താദ്മാരല്ലേ. പോവൂല, വെളിച്ചെണ്ണ പോവൂല. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാന് ഇത് പറയണതിന്റെ കാരണം എന്താ വെച്ചാല് പറയണത് ഈ മുസ്ലിങ്ങളെ മാത്രമാണ് പറയണത്. അത് ഞാൻ ഇസ്ലാമിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് എനിക്കിപ്പോ വേറെ കാര്യത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റുള്ള മതക്കാരെ കുറിച്ചിട്ട് ഒന്നും പറയണില്ല. ഇപ്പൊ തൽക്കാലം പേ പിടിച്ച മതം ഇസ്ലാമും എനിക്ക് അറിയണ മതം അതുമാണ്. അതല്ലേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ ഒരു കാർഡിയോളജിസ്റ്റിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഹൃദയം മാത്രം സർജറി ചെയ്യുന്നു, നിങ്ങൾ എന്തുകൊണ്ട് കിഡ്നി സർജറി ചെയ്യണമെന്ന് ചോദിക്കുവോ? ക്ലിയർ ആയില്ല. ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. ഏതാ? അതായത് നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി കാഷ്വാലിറ്റിയില്. അപ്പൊ നിങ്ങൾ കൊണ്ട് അഡ്മിറ്റ് ആക്കിയപ്പോ നിങ്ങളുടെ ശരീരത്തില് ഒടിവ് ചതവുണ്ട്, ഹൃദയവും നിന്ന് പോയിട്ടുണ്ട്. ഏതിനാണ് ആദ്യം ചികിത്സിക്കുക? ഹൃദയത്തിന് വേണ്ടിട്ട്. അതിനാണ് ഇപ്പൊ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നാട്ടിൽ കുറെ മതങ്ങളുണ്ട്, കുറെ മതങ്ങൾ പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടുത്തെ തകരാറിലായി ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനം ഇസ്ലാമാണ്. പേ പിടിച്ച മതം ഇസ്ലാമാണ്. അപ്പൊ നമ്മൾ ആദ്യം അതിനാണ് ചികിത്സിക്കുക. എന്നിട്ട് അത് കഴിയുമ്പോ നമുക്ക് ഹിന്ദുമതത്തിനെ വിമർശിക്കാന്നേ. ആദ്യം ഇത് കഴിയട്ടെന്നേ. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. മതത്തില് ഏതാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രശ്നം? അതായത് മുജാഹിദാണോ, അതേപോലെ തന്നെ ഇസ്ലാമിലെ പ്രശ്നം ഇസ്ലാം തന്നെയാണ്. അതൊക്കെ പിന്നെ ബാക്കിയുള്ള കാര്യമൊക്കെ എല്ലാം ഒപ്പത്തിനൊപ്പം കുഴപ്പം തന്നെയാണ്. ചോദിക്കണത് ഇന്നാണ് മുഹമ്മദ് നബി ജീവിച്ചിരിക്കണമെന്ന് വിചാരിക്കുക. ചോദിക്കണ ഉത്തരം പറയൂ. ചോദിക്കണതിന് ഉത്തരം പറയൂ. മുഹമ്മദ് നബി ഇന്നാണ് ജീവിക്കണമെന്ന് വിചാരിക്കുക. മുഹമ്മദ് നബി ഇന്നാണ് ജീവിക്കണമെന്ന് വിചാരിക്കുക. മുഹമ്മദ് നബി ഇന്നാണ് ജീവിക്കണമെന്ന് വിചാരിക്കുക. ഇന്ന് മുഹമ്മദ് നബിക്ക് ഇസ്ലാം ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ 6-ാം വയസ്സിൽ ആയിഷയെ കെട്ടുക എന്ന് പറയുന്ന പരിപാടി മുഹമ്മദ് നബിക്ക് ചെയ്യാൻ പറ്റുമോ? 6-ാം വയസ്സിൽ ആയിഷയെ കെട്ടുക എന്ന് പറയുന്ന പരിപാടി ഇന്ന് മുഹമ്മദ് നബിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെന്തുകൊണ്ടാണ് എന്ത് സാധനത്തിനാണെങ്കിലും ചെയ്തത്? എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങോട്ട് ഞാൻ ഇട്ടരാ. എന്താ അതിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്താല് മുഹമ്മദ് നബി ഉണ്ടതിന് പോക്സോ കേസിൽ പിടിച്ചിട്ട്. അതാ പറഞ്ഞേ, മുഹമ്മദ് നബി ഉണ്ടതിന് ജയിലിൽ കിടന്നിട്ട്. അതാ പറയണത്, മുഹമ്മദ് നബി ഉണ്ടതിന് പോക്സോ കേസിലകത്തായിട്ട് ഇന്നാണ് ജീവിച്ചിരിക്കണെന്നുണ്ടെങ്കിൽ. മനസ്സിലായ? കാരണം 6-ാം വയസ്സ് പോയിട്ട് അങ്ങനെ ഒരു കുട്ടിയുടെ മുഖത്തേക്ക് അങ്ങനെ ഒരു 1.5 വയസ്സിൽ മുട്ടിലഴിയുന്ന കുട്ടീനെ നോക്കിയിട്ട് മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുട്ടീനെ ഞാൻ കെട്ടുന്നാ പറഞ്ഞേ. അത് ഇന്ന് നടക്കുവോ? ഇന്ന് നടക്കുവോ? ഇല്ല. ഇന്ന് നടന്ന മുഹമ്മദ് നബി അകത്താണ്. ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങളൊരു ഹൈറ് ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കില് ആ നന്മക്കുള്ളത് പ്രതിഫലം നിങ്ങൾക്കുണ്ട്. നിങ്ങൊരു തിന്മ ചെയ്തിട്ടുണ്ട്, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അതായത് നിങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അയാള് നന്മ ചെയ്തു എന്ന് വിചാരിക്കാം. വേറെ തിന്മയൊന്നും അയാൾ ചെയ്തിട്ടില്ല. അയാൾക്ക് സ്വർഗമാണോ നരകമാണോ കിട്ടുക ഇസ്ലാമിന്റെ അധ്യാപന പ്രകാരം? നരകം. അപ്പൊ പിന്നെ അയാളുടെ നന്മയൊക്കെ എവിടെ പോയി? ആളെ നന്മന്ന് വെച്ചാല് ശരിയാണോ? അത് ശരിയാണോ അങ്ങനെ അയാളെ നരകത്തിലിട്ട് പൊരിക്കണത്? അയാള് നന്മ മാത്രം ചെയ്ത് ജീവിച്ച ആളല്ലേ? അയാളെ നരകത്തിലിടുന്നത് ശരിയാണോ തെറ്റാണോ? അത് നമ്മളല്ലല്ലോ ഇതിന്. അത് ചോദിച്ചതിന് ഉത്തരം പറയൂ. ഇസ്ലാമിൽ പഠിപ്പിച്ച കാര്യം ഞാൻ ചോദിക്കണത്. നന്മ മാത്രം പ്രവർത്തിച്ച് ജീവിച്ച, ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, അയാൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം അയാൾ നിത്യനരകത്തിലായിരിക്കും, ഒരിക്കലും സ്വർഗത്തിലേക്ക് വരില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കണേ. ഓക്കെ, അത് ശരിയാണോ തെറ്റാണോ അങ്ങനെ അയാളെ നരകത്തിലിടുന്നത്? അത് ശരിയല്ലോ. ശരിയല്ല. 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 അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു സാധനം പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ നമുക്ക് നിൽക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഇസ്ലാമിൽ തന്നെയാണ്. അപ്പൊ ആ ഇസ്ലാം ഇങ്ങനത്തെ ഒരു മോശം കാര്യമല്ലേ പറഞ്ഞു വെക്കുന്നത്? നിങ്ങൾ നന്മ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കണം എന്നല്ലേ പറഞ്ഞു വെക്കുന്നത്? നന്മ ചെയ്യാനേ ഇത് പറയൂ. അതായത് നിങ്ങൾ കേൾക്കും, മുഴുവൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾ നന്മ ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾ നന്മ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. ഞാൻ അവസാനത്തെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല.
അവസാനത്തെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് വിളിച്ചിട്ടുണ്ടെങ്കില് അതുണ്ടാവൂല, അത് നരകത്തിൽ തന്നെ അത് ശരിയാണോന്നാ ഞാൻ ചോദിക്കണത്. ഇനിയിപ്പേ അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. എന്ത് ശരിയാണ്? അങ്ങനെ നരകത്തിടുന്നത് ശരിയാണെന്ന്? അതെന്തിനാ അങ്ങനെ ശരിയാവുക? അപ്പൊ പിന്നെ അയാള് നന്മ ചെയ്തൊക്കെ എന്തിനാ? മാങ്ങ പറിക്കാനോ? അപ്പൊ നിങ്ങളല്ലേ ഖുർആൻ ഓതിയത് നന്മ ചെയ്ത അതിന് ഗുണമുണ്ട്, അണുമണി തൂക്കം. അപ്പൊ ആ നന്മ എവിടെ പോയി? ആ ഗുണം എവിടെ പോയി? നിങ്ങൾ ആദ്യം പറഞ്ഞ അണുമണി തൂക്കം നന്മ ചെയ്ത അതിന്റെ ഗുണം കിട്ടുന്നല്ലേ? അതെ അല്ലേ? ഇസ്ലാമിൽ അതല്ലേ നിങ്ങൾ പറഞ്ഞത് ഖുർആനൊക്കെ ഓതി വലിയ ഡെക്കറേഷൻ കൊടുത്തത്? അതന്നെ. എന്നിട്ട് ഈ ഗുരുവായൂരപ്പ രക്ഷിക്കണെന്ന് പറഞ്ഞ് വിളിച്ച ആള് അയാള് ചെയ്ത അണുമണി തൂക്കല്ല കിൻഡൽ കണക്കം നന്മ. ചോദിച്ചതിനുത്തരം പറയും. കേൾക്കൂ. ഈ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ആള് അണുമണി തൂക്കല്ല കിൻഡൽ കണക്കിന് നന്മ ചെയ്ത ആളാണ്. അയാളുടെ കിൻഡൽ കണക്കിന് നന്മയുടെ ഗുണം എവിടെ? അയാൾക്ക് ഈ ഭൂമിയിൽ കിട്ടും. എവിടെ? ഇത് നരകത്തിലിടുന്നതിനെ കുറിച്ച് പറയുമ്പോ ഭൂമിയിലെ കാര്യം നിങ്ങൾ പറഞ്ഞു. വിഷയത്തിൽ നിന്ന് തെറ്റരുത്. വിഷയത്തിൽ നിന്ന് തെറ്റരുത്. നിങ്ങൾ വിഷയം വളച്ചൊടിക്കരുത്. നമ്മള് നരകവും സ്വർഗത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്, ഭൂമിയിലെ കാര്യമല്ല. ഞാന് വളച്ചൊടിച്ചതല്ല. നിങ്ങൾ ഭൂമിയിലെ കാര്യമല്ല നമ്മളിവിടെ സംസാരിക്കണത്, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും കാര്യമാണ്. ഇവിടെ അയാൾക്ക് നന്മ കിട്ടും. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾ പറയൂ, അണുമണി തൂക്കം ചെയ്താൽ അത് ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഖുർആനിൽ അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളോടാണ് ഞാൻ ചോദിക്കുന്നത്. കിൻഡൽ കണക്കിന് നന്മ ചെയ്ത ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ആള് നിത്യ നരകത്തിലായിരിക്കും ഇസ്ലാം പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ആണ്. അതെ, മുജാഹിദ് ബാലുശ്ശേരിനായിട്ട് ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരട്ടെ? നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിനോട് നേരത്തെ ചോദിച്ചാൽ പോരെ, അത് ഇതിന് എന്റെ വീട്ടിലേക്ക് വരണത്? അല്ല, നമുക്ക് ഇസ്ലാമിലെ കാര്യല്ലേ, എന്തിനാണ് ഇങ്ങോട്ട് വരണത്? ഇത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നത്. മനസ്സിലത്തെ കറൊന്നും മാറ്റി തരാന് മനസ്സിലൊക്കെ അറിയാണോ? ഇത് തെണ്ടിത്തരല്ലേ ഈ പറഞ്ഞു വെച്ചത്? അണുമണി തൂക്കത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കിൻഡൽ കണക്കിന് നന്മ ചെയ്ത ഈ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ച് പറഞ്ഞ ആളെ നന്മ ചെയ്തിട്ടും എന്തിനാണ് ഈ നരകത്തിലിടുന്നത്? അത് ശരിയാണോ എന്ന് ഉസ്താദിനോട് നിങ്ങൾ ചോദിക്കേ. അതല്ലേ വേണ്ടത്. നിങ്ങളിപ്പ ഇതിന്റെ പേരില് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഓരോ ഇതാക്കിയിട്ട് നിങ്ങ നടക്കണത്തിലൊക്കെ അല്ലാണ്ട് റബ്ബിനെ പറഞ്ഞിട്ടുള്ള ഒരു കേസ് അത് വേണ്ട. എന്ത് കാര്യം അതിന് നിങ്ങളുടെ അനുവാദം എന്തിനാ? എനിക്ക് നമ്മൾ ജീവിക്കണ ഇന്ത്യയില, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഒന്ന് എടുത്ത് വായിക്കേ. നിങ്ങൾ മദ്രസയിൽ അത് പഠിക്കണ്ടാവില്ല, പക്ഷെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ആർട്ടിക്കിൾ 19 ഒക്കെ എടുത്തൊന്ന് വായിക്കേ. എന്താ ആർട്ടിക്കിൾ 19 പറയുന്നത്? ആർട്ടിക്കിൾ 10 പറയണത് വെറും നിരീശ്വരവാദം. എന്തത്? നിരീശ്വരവാദം. ആർട്ടിക്കിൾ 19 എന്താ പറയണെന്ന് പറയും. നിങ്ങൾ വെറുതെ കിടന്ന് ഈ മദ്രസയിൽ ഉത്തരം പറയണ മാതിരി ഇവിടെ പറയരുത്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? അത് ആർട്ടിക്കിളില് ആർട്ടിക്കിൾ 19 എന്താ പറയണെന്ന് പറയും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 19 എന്താ പറയണത്? അതന്നെ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. ആർട്ടിക്കിൾ 19 ഇവിടെ ഉള്ളപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഹമ്മദ് നബി എന്നല്ല, അള്ളാഹുവിനെ എന്നല്ല, രാമനെ കൃഷ്ണനെ ഒക്കെ നമ്മളിവിടെ പറയും ആവശ്യം പോലെ. 6 വയസ്സായ അതില് പിടിച്ചു കയറുന്നുണ്ട്. നിങ്ങൾ പിടിച്ചു കയറുമല്ലോ. ഒരു ഉത്തമ മാതൃകയാണ് ഉസ്വത്തുൻ നമ്മൾ കയറുമല്ലോ. ഒരു ഉസ്വത്തുൻ ഹസന, ഒരു ഉത്തമ മാതൃകയാണെന്ന് ഒരാളെ പരിചയപ്പെടുത്തും. അയാൾ ഏറ്റവും മിനിമം ചെയ്യേണ്ടത് ഈ ബാലപീഡനമെങ്കിലും നടത്തുന്നത് ഒഴിവാക്കണ്ടേ. ഇതുപോലെ എന്താണ് ബാലലൈംഗികത, ഈ പീഡോഫീലിയ എന്ന് പറയുന്ന ഒരു മെന്റൽ അസുഖമാണ്. അതെ. അത് എന്നാണ് ഗർഭിണിയായത് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് എന്തിനാണ്? അല്ല, അതെ, നിങ്ങ ഇങ്ങനെ പറയുമ്പോഴേ എത്ര വയസ്സിലെ ഗർഭിണിയെന്ന് പറയും. എന്നാണ് എത്ര വയസ്സിലെ ഗർഭിണി? ആയിഷ ഗർഭിണി ആയിട്ടുണ്ടോ? ആയിഷ ഗർഭിണി ആയിട്ടുണ്ടോ? ആയിഷ ഗർഭിണി ആയിട്ടുണ്ടോ? പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.